ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഖാദി ബോർഡ് എൽ ഡിയുടെ മാത്സിൻ്റെ ആൻസറൊക്കെയാണ് നോക്കുന്നത്. 53, 61, 43, 91. ഇതിൽ ഒറ്റയാൻ ഏതാണ്? ഒറ്റയാൻ 91 ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. അടുത്തത് 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 ദ ഹോൾ റൈസ് ടു 1/3. 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1728 കിട്ടുന്നത്. അപ്പോൾ 1728 ദ ഹോൾ റൈസ് ടു 1/3 വരും. അതായത് ക്യൂബ് റൂട്ടാണ് വരേണ്ടത്. അപ്പോൾ 8 എൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? 2ൻ്റെ ക്യൂബായിരിക്കും 8. അങ്ങനെ നമുക്ക് 12ലേക്ക് എത്താം. 3, 8, 15, 24. അടുത്ത നമ്പർ ഏതാ? 3, 8, 15, 24. അടുത്ത നമ്പർ 3, 5, 8. ശ്രദ്ധിക്കും. 3, 5, 8, 8, 7, 15, 15, 9, 24. 24, 11 എത്ര വരും? 35. 3 + 5 8, 8 + 7 15, 15 + 9 24, 24 + 11 35. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്ക്, 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് 60 മാർക്ക് വേണം. അപ്പോൾ അയാൾക്ക് ഫസ്റ്റ് പരീക്ഷയ്ക്ക് അയാൾക്ക് കിട്ടിയത് 62 മാർക്ക്. ഫസ്റ്റ് പരീക്ഷയ്ക്ക് അയാൾക്ക് എത്ര കിട്ടി? ഫസ്റ്റ് പരീക്ഷയ്ക്ക് അയാൾക്ക് കിട്ടിയത് 62 മാർക്ക് കിട്ടി. ഓക്കെ. സെക്കൻഡ് പരീക്ഷയ്ക്ക് അയാൾക്ക് 48 മാർക്ക് കിട്ടി. അപ്പോൾ അയാൾക്ക് 2 പരീക്ഷയിലും കൂടെ അയാൾക്ക് മൊത്തം എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? 110 മാർക്ക് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അയാൾ പറഞ്ഞിരിക്കുന്നത് മൊത്തം 3 പരീക്ഷയ്ക്കും കൂടെ അയാൾക്ക് ശരാശരി 60 വേണം. അപ്പം 3 പരീക്ഷയ്ക്കും കൂടെ ശരാശരി 60 വേണമെങ്കിൽ അയാൾക്ക് മൊത്തം എത്ര മാർക്ക് വാങ്ങിക്കണം? 110 പ്ലസ് മൊത്തം എത്ര മാർക്ക് വേണം? 3 പരീക്ഷയിൽ ശരാശരി 60 വരണമെങ്കിൽ 60 × 3 180 മാർക്കാണ് അയാൾക്ക് കിട്ടേണ്ടത്. ഇപ്പം കിട്ടാണ്ടിരിക്കുന്ന മാർക്ക് 110 ആണ്. അതിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാൽ 180 ആകും? 70 കൂടെ കൂട്ടിയാൽ 180 ആകും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 0.36 × 6.25 ഡിവൈഡ് ബൈ 0.5 × 0.5 × 0.06. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഡെസിമൽ പ്ലേസ് എത്രയുണ്ടെന്ന് നോക്കാം. ന്യൂമറേറ്ററിൽ 4 ഡെസിമൽ പ്ലേസ്, ഡിനോമിനേറ്ററിൽ 4 ഡെസിമൽ പ്ലേസ്. അപ്പം അതിൽ കാര്യമൊന്നുമില്ല, ഡെസിമൽ പ്ലേസ് കംപ്ലീറ്റ് അങ്ങ് മാറ്റാം. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ഒരേ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ആയതുകൊണ്ട് അത് ക്യാൻസലായി പോകും. അതുകൊണ്ട് 5 × 5 × 6 എന്ന് വരും. 5 × 25, 25 25 625. അപ്പോൾ ഇവിടെ 25 വരും. 6 6 36, 25 6 150 എന്നാണ് ആൻസർ വരുന്നത്. ഇനി ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. ആനന്ദിൻ്റെ അപ്പച്ചിമാരാണ് ആരൊക്കെയാണ്? രാഖിയും രേണു. ഓക്കെ. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് നിഷ. അപ്പോൾ ഇവിടെ നോക്കൂ, ആനന്ദിൻ്റെ ഫാദറിന് 2 സിസ്റ്റേഴ്സുണ്ട്, രാഖി, രേണു. ഓക്കെ. ഇനിയും ഈ രാഖിയുടെ അമ്മ, അതായത് ഇവരുടെ 3 പേരുടെ അമ്മയ്ക്ക് ഒരേ ഒരു മരുമകളേ ഉള്ളൂ. ഒരേ ഒരു മരുമകൾ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഈ ആനന്ദിൻ്റെ അമ്മയായിരിക്കും അത്, അല്ലേ? ഒരേ ഒരു മരുമകൾ എന്ന് പറയുന്നത് ഈ ആനന്ദിൻ്റെ അമ്മയാണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം എന്ത്? നിഷയുടെ മോനാണ് ആനന്ദ്. ഓപ്ഷൻ എ. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇവർ പറഞ്ഞിരിക്കുന്നത് ആപ്പിളിന് പകരം ETTPI ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആപ്പിളിന് നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് E വരുന്നതെന്ന് നോക്കുക. എയുടെ കൂടെ BCDE 4 +4 ആണ് വരുന്നത്. അതേപോലെ പിയുടെ കൂടെ +4 കൂട്ടുമ്പോൾ T വരും. അപ്പോൾ എല്ലായിടത്തും +4 കൂട്ടിയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഓടെ കൂടെ +4 കൂട്ടുമ്പോൾ എന്ത് വരും? T വരും. ഇനി നോക്കുക, T ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. TVE വരെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതൊന്നും നോക്കി ഇനി മെനക്കെടണ്ട. എന്ത് ചെയ്താൽ മതി? എന്നിൻ്റെ കൂടെ 4 കൂട്ട്. എന്ന് കഴിഞ്ഞിട്ട് എന്താ? LM എന്ന് കഴിഞ്ഞിട്ട് OPQRS ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 60 km/മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ളൊരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം എടുക്കും? അപ്പോൾ വേഗത എന്ന് പറയുന്നത് എന്താണ്? ദൂരം ബൈ സമയമാണ് വേഗത എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ, വേഗത സമം ദൂരം ബൈ, നോക്കൂ, വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്, അല്ലേ? അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് 60 km/മണിക്കൂർ വേഗതയിൽ പോകുന്നത്. അപ്പോൾ കിലോമീറ്റർ നമുക്ക് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. 18 5 വെച്ച് ഗുണിക്കുക.
ദൂരം എത്രയാണ്? 200 മീറ്റർ നീളമുള്ള ട്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ദൂരം 200 മീറ്റർ. നമുക്ക് സമയമാണ് അറിയാത്തത്. അപ്പോൾ ഇതിട്ട് അപ്പം നമുക്ക് ഈ ടി ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ എന്ത് വരും? 200 × 18 ഡിവൈഡഡ് ബൈ 60 × 5 വരും. അപ്പോൾ ഈ 0 പോയി, ഈ 0 പോയി, I4 20. ഓക്കെ, 6 3 18. അപ്പോൾ 4 × 3 എത്രയാണ് വരുന്നത്? 12 സെക്കൻഡാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 15 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 15 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. എന്നിട്ട് ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെറുഗോളങ്ങളുടെ ആരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വോളിയം എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. V1 = 4/3 പൈ r³ r³ ഇവിടെ എത്ര വരും? 15 സെൻറ്റിമീറ്റർ ഉള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4/3 പൈ r³ ഇവിടെ ആറിൻ്റെ അവിടെ എന്ത് വരും? 15 വരും. ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആദ്യത്തിൻ്റെ വോളിയം V1 = 4/3 പൈ × ആരം 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് r³ 15ൻ്റെ ക്യൂബ് എന്ന് കിട്ടി. ഇനി നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത് ചെറിയ ഗോളത്തിൻ്റെ ആരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 27 തുല്യ ഭാഗങ്ങളാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4/3 പൈ r³ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 4/3 × പൈ × r³ 15ൻ്റെ ക്യൂബിന് ദ ഹോൾ ഡിവൈഡഡ് ബൈ 27 എന്നാക്കി. അപ്പോൾ നമ്മുടെ ഇതും പോയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന്? 15 ഡിവൈഡഡ് ബൈ 3ൻ്റെ ഹോൾ ക്യൂബ് എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ ആരം എത്ര കിട്ടി? ആരം 5 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 5 ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.